അസ്സലാമു അലൈക്കും. വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് അവരുടെ കടങ്ങളെല്ലാം വീടാൻ ഉത്തരമായിട്ട് കിട്ടിയിട്ടുള്ള മഹത്തായിട്ടുള്ള ഒരു അമലിനെ കുറിച്ചിട്ടാണ് വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായിട്ടുള്ള നമ്മളുടെ ലൈലത്തുൽ ഖദ്ർ ഇന്നലെ നമ്മളോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അതിൽ ചെയ്തിട്ടുള്ള സകലമാന ഇബാദത്തുകളും റബ്ബ് സുബ്ഹാനഹു തആല ഏറ്റെടുത്ത് അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ വേഗത്തിൽ തന്നെ കാണിച്ചു തരട്ടെ. എത്രയോ ആളുകൾ ഇന്നലത്തെ രാത്രിയിൽ കണ്ണീര് പൊഴിച്ച് റബ്ബിൻ്റെ അടുത്ത് ദുആ ചെയ്തിട്ടുണ്ട്. എത്രയോ ആളുകൾ അവരുടെ മനസ്സിലുള്ള നൊമ്പരങ്ങൾ പടച്ചോൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചിട്ടുണ്ട്, ഇടങ്ങേറുകൾ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു കണ്ണീരിന് ഉത്തരം ഉണ്ടായിരിക്കും എന്നുള്ളത് തീർച്ചയാണ് അല്ലേ. ഇൻഷാ അല്ലാഹ് അത്രയും മഹത്തായിട്ടുള്ള വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള ഫലം ഉറപ്പുള്ള ഒരു അമലാണ് വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിലൂടെ ഇന്ന് നമ്മൾ നോക്കുന്നത്. ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളിൽ കടമുള്ള വ്യക്തികളുണ്ടാകും അല്ലേ, ഇഷ്ടം പോലെ കടമുള്ള ആളുകളുണ്ടാകും. കടമുള്ള വ്യക്തികളുടെ ഉമ്മമാരുണ്ടാകും, ഭാര്യമാരുണ്ടാകും. അപ്പോൾ അത്തരം ആളുകൾക്കാണ് ഇന്നത്തെ ഈ ഒരു കാര്യത്തിൽ ഒന്നുകൂടെ മുൻഗണന അല്ലേ. കടമുള്ള വ്യക്തികൾ ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല, അല്ല ഇനി അവരുടെ ഭാര്യമാരാണോ ഉമ്മമാരാണോ മക്കളാണോ ഈ ഒരു വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയില്ല. ഏതാണെങ്കിലും ആരാണെങ്കിലും അവർ നിയ്യത്ത് വെച്ചാൽ മതി. ഈ ഒരു റമളാൻ മാസം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു അമലിന് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് അത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ലക്ഷം കടമുണ്ടായിക്കോട്ടെ ആ ലക്ഷങ്ങൾ കടം വീട്ടാനുള്ള വഴി നിങ്ങൾക്ക് മുമ്പിൽ റബ്ബ് കാണിച്ചു തരും. എത്രയോ അനുഭവങ്ങളാണ് ഈ ഒരു അമലിൻ്റെ പിന്നിലുള്ളതെന്ന് അറിയും നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു അമലിനെ ഉൾപ്പെടുത്താൻ കാരണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചെയ്ത് നോക്കുക, ആരും നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. കടമില്ലാത്ത ആളുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വിരലിൽ എണ്ണാവുന്ന ആളുകളെ നമുക്ക് ചുറ്റും ഉണ്ടാകുള്ളൂ. അല്ലാതെ നമുക്ക് ചുറ്റും താമസിക്കുന്ന ആളുകളിൽ EMI ആയിട്ടും ബജാജിൻ്റെ ലോണായിട്ടും ബാങ്ക് ലോണായിട്ടും സ്വർണ്ണപ്പണയമായിട്ടും ഇഷ്ടം പോലെ കടമുള്ള വ്യക്തികളാണ്. ഓരോ ആളുകളുടെ കമൻറ്റുകൾ കാണുമ്പോഴും വളരെയധികം മനസ്സടങ്ങാറായി പോകാറുണ്ട്. കാരണം ജപ്തി വരെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, ജപ്തിക്ക് വേണ്ടിയിട്ട് നോട്ടീസ് വന്നിരിക്കുന്ന ആളുകളുണ്ട്. ഇത്തരത്തിൽ പല പല വിഷയങ്ങളിൽ സാമ്പത്തിക പ്രശ്നം അനുഭവിക്കുന്ന വ്യക്തികൾ നമുക്കിടയിലുണ്ട്. അവരോടൊക്കെ പറയാനുള്ള കാര്യം, നിങ്ങൾ മനസ്സറിഞ്ഞ് ഈ ഒരു അമലിനെ ഒന്ന് ചെയ്യാം. ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടു വരുന്നൊരു കാര്യമാണ് എന്തായാലും നമ്മൾക്ക് നമ്മുടെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ ചിലവാക്കുക. ഉദാഹരണത്തിന് പറഞ്ഞു തരികയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കല്യാണം നടത്തുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രസവത്തിന് കൊണ്ടുപോകൽ നടത്തുകയാണെങ്കിലും അതല്ല മറ്റെന്തെങ്കിലും ഒരു ഫംഗ്ഷന് നടത്തുകയാണെങ്കിലും മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് അവർ ഇങ്ങനെയാണ് നടത്തിയത്, അതിലും കൂടുതൽ എനിക്ക് വേണം എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങളെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അതാണ് ഒന്നാമത്തെ ഫാൾട്ടായിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വരവിനനുസരിച്ചിട്ട് നമ്മൾ ചിലവാക്കാതിരിക്കുക. ചിലവ് കൂടുതലും വരവ് കുറവും. ഒരു വ്യക്തിയുള്ളൂ ചിലപ്പോൾ ഒരു കുടുംബത്തിൽ സാമ്പത്തികമായിട്ട് വരുമാനം ഉണ്ടാക്കാനുള്ള വ്യക്തി, പക്ഷെ അത് ചിലവാക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടാകും. ഒരു 5-6 വ്യക്തികൾ മക്കളായിട്ടും ഭാര്യയായിട്ടും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ ആകുമ്പോഴും നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു അത്താണ്. ഇതിൻ്റെയൊക്കെ മുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്താണെങ്കിലും റബ്ബ് സുബ്ഹാനഹു തആല ഈ ഒരു അമല് ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെയ്ത് തുടങ്ങാൻ നിങ്ങൾക്ക് മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേലൊരു വിജയം കാണാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് തീർച്ചയാണ് അല്ലേ. അപ്പോൾ അതേതാണെന്ന് നോക്കാം. ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നിങ്ങൾ ചൊല്ലി തീർക്കേണ്ട ഒരു കാര്യമല്ല, സമയമെടുത്ത് ചൊല്ലേണ്ട ഒരു കാര്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അമല് ചെയ്യാൻ ശുദ്ധി വേണം എന്നുള്ളത് നിർബന്ധമാണ്. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ, എന്താണെന്നറിയോ, അവൻ്റെ കല്യാണം കഴിഞ്ഞതിനാൽ അവൻ്റെ ജീവിതം തൊലഞ്ഞു എന്ന്. അതുവരെ അവൻ്റെ ജീവിതം എന്തൊരു സുഖത്തിലും സന്തോഷത്തിലും, ഓന് ട്രിപ്പ് പോകണു, ഓന് അതും ഇതും ചെയ്യുന്നു, അവൻ്റെ വീട്ടുകാരെ നല്ല രീതിയിൽ നോക്കുന്നു. പക്ഷേ അവൾ അവിടെ കാലെടുത്ത് വെച്ചത് മുതൽ ആ വീട്ടിലൊരു സ്വസ്ഥതയും സമാധാനമില്ല എന്നുള്ളത് എത്രയോ ആളുകളുടെ വായിന്ന് കേൾക്കുന്ന ഒരു കാര്യമാണ്. എന്തെന്നറിയോ, അപ്പോൾ അത്തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക. റിസ്ക് നൽകുന്നത് പടച്ചോനാണ്. പടച്ചോനക്കറിയാം ആർക്ക് എപ്പോൾ കൊടുക്കണം എന്നുള്ളത്. വെറുതെ ഓരോന്ന് പറഞ്ഞ് ആ വന്ന് കയറിയിട്ടുള്ള പെൺകുട്ടിയുടെ മനസ്സ് പോലും ഇടങ്ങാറാക്കേണ്ട ഒരു അവസ്ഥ വരുത്താതിരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ നിരപരാധിയായിട്ടുള്ള ഇത്തരത്തിൽ മനസ്സ് ഒന്ന് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ നിങ്ങൾ ഈ പറയുന്നത് കേട്ടിട്ട് അത്തരക്കാരുടെ മനസ്സൊന്ന് വേദനിച്ചിട്ട് അവരുടെ കണ്ണീന്ന്
ഒരു തുള്ളി കണ്ണുനീര് വന്നാൽ മതി, അതിൻ്റെ ശാപം നമ്മൾ മരിച്ചോളം ഉണ്ടാകും, നമുക്കും നമ്മളുടെ കുടുംബത്തിനും. അത് ആലോചിക്കുക എപ്പോഴും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്ന കാര്യം, ആര് ചെയ്താലും കുഴപ്പമില്ല, നമ്മൾ പരിശുദ്ധമായിട്ടുള്ള അസ്മാൽ ഹുസ്നയിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഇസ്മുണ്ട് അല്ലേ, യാ ലത്തീഫു യാ അള്ളാ എന്നുള്ള ഇസ്മ. ഈ ഇസ്മിനെ ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് തവണ ചൊല്ലാണ് വേണ്ടത്. കുറച്ച് തവണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 313 തവണ യാ ലത്തീഫു യാ അള്ളാ എന്നുള്ള ഇസ്മിനെ ചൊല്ലുക. നമ്മളുടെ ആവശ്യം മുറാദ് ഹാസിലാകാൻ വേണ്ടിയിട്ട്, നമ്മുടെ കടങ്ങളൊക്കെ വീടാൻ വേണ്ടിയിട്ട് ഒരു 313 തവണ നമ്മൾ ഈ ഒരു അസ്മാഉൽ ഹുസ്നയിലെ യാ ലത്തീഫു യാ അള്ളാ എന്നുള്ള ഇസ്മിനെ ചൊല്ലുക. അതിനുശേഷം പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശക്തിയേറിയിട്ടുള്ള ഒരു ആയത്തുണ്ട്, ആയത്തുൽ കുർസി. ഈ ആയത്തുൽ കുർസിയെ നമ്മൾ 11,000 തവണ നിയ്യത്ത് വെക്കുക. 11,000 തവണ നിയ്യത്ത് വെച്ചിട്ട് നിങ്ങൾ സമയമെടുത്ത് അതിൻ്റെ വൃത്തിയോടുകൂടെയും ഭയഭക്തിയോടുകൂടെയും മനസ്സറിഞ്ഞ് മനസ്സാന്നിധ്യത്തോടുകൂടെ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു അമലിനെ ചൊല്ലി അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കടം വീടാനുള്ള ഒരു വഴി അവിടെ റബ്ബ് സുബ്ഹാനഹു തആല തുറന്നു തരിക തന്നെ ചെയ്യും. കാരണം ഈ ഒരു ആയത്തുൽ കുർസിയെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടാത്ത നേട്ടങ്ങളില്ല, കിട്ടാത്ത അനുഗ്രഹങ്ങളില്ല. എന്ത് പ്രയാസമാണെങ്കിലും ഈ ആയത്തുൽ കുർസിയുടെ മുമ്പിൽ അത് വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾ ഈ ഒരു അമലിനെ ചൊല്ലി തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാട്ടില്ലേ. നമ്മുടെ എല്ലാവരുടെയും ഇബാദത്തുകളാണെങ്കിലും നോമ്പാണെങ്കിലും നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കട്ടെ. പരിശുദ്ധമായിട്ടുള്ള റമളാൻ മാസമാണ്. കഴിയുമെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒരു സാധനം മറ്റുള്ളവർക്ക് ദാനമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം, ഇല്ലാത്തവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല അതിനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും എടുത്തു മാറ്റട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.